ഇനി നമുക്ക് കർണാടകക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബസ്സാറ് കാണാം കേട്ടോ. അപ്പോൾ അവർ ചോറിനോടൊപ്പം മുദ്ദയോടൊപ്പം ഒക്കെ കഴിക്കുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് ചെറുപയറും അരക്കപ്പ് തോരപ്പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്ത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഈ ഒരു ചീരയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് 2 വിസിൽ വേവിച്ചെടുക്കാം. ഇനി നമ്മൾ വേറൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള അരിഞ്ഞതും 5-6 അല്ലി വെളുത്തുള്ളി, ഒരു തക്കാളി അരിഞ്ഞത്, 1 സ്പൂൺ ജീരകവും, 1/2 സ്പൂണ് കുരുമുളകും, കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഈ ഒരു മസാല ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 2 സ്പൂണ് നമ്മൾ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കുറച്ച് പുളി കൂടി ചേർത്ത് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. ഇനി നമ്മൾ ഈ അരച്ചെടുത്ത മിക്സ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന അതിൻ്റെ ആ ഒരു വെള്ളത്തിലേക്കാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് താളിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി റെഡിയായി. ബാക്കിയിരിക്കുന്നത് നമ്മൾ ഉപ്പേരിയായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ.